ഫ്രാൻസിന്റെ ലോകകപ്പ് ഹീറോയും സൂപ്പർ താരവുമായ പോൾ പോഗ്ബയ്ക്ക് അത് തിരിച്ചുവരവിന്റെ രാത്രിയായിരുന്നു. രണ്ടു വർഷത്തോളം നീണ്ട വിലക്കിന്റെ ഇരുണ്ട കാലം അവസാനിപ്പിച്ച് അദ്ദേഹം വീണ്ടും പുൽമൈതാനത്ത് പന്ത് തട്ടി. ശനിയാഴ്ച രാത്രി AS മൊണാക്കോയുടെ ജേഴ്സിയിൽ കളത്തിലിറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇടിമുഴക്കം പോലെ ആർത്തു വിളിച്ചു. 85-ാം മിനിറ്റിലാണ് പോഗ്ബ കളത്തിലിറങ്ങിയത്. ആരാധകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ ആ ഫ്രഞ്ച് താരത്തിൻ്റെ കണ്ണുകളിൽ സന്തോഷം മാത്രമല്ല, പോരാട്ട വീരത്തിൻ്റെ നന്ദിയും കടപ്പാടും നിറഞ്ഞിരുന്നു. 2023 സെപ്റ്റംബറിൽ യുവന്റസിനായി കളിക്കുമ്പോഴായിരുന്നു ഡോപ്പിംഗ് പരിശോധനയിൽ പോസിറ്റീവ് ആയതിനെ തുടർന്ന് പോഗ്ബയുടെ കരിയർ താൽക്കാലികമായി നിലച്ചത്. ഇറ്റാലിയൻ ഡോപ്പിംഗ് ട്രിബ്യൂണൽ ആദ്യം 4 വർഷം വിലക്ക് ഏർപ്പെടുത്തി. പിന്നീട് കോർട്ട് ഓഫ് ആട്രിബ്യൂഷൻ ഫോർ സ്പോർട്സ് നടത്തിയ അപ്പീൽ പരിഗണനയിൽ വിലക്ക് 18 മാസമായി കുറച്ചു. കണങ്കാലിനേറ്റ ഗുരുതരമായ പരിക്ക് താരത്തിൻ്റെ തിരിച്ചുവരവ് വൈകിപ്പിച്ചു. വിലക്കിനെ തുടർന്ന് യുവന്റസ് പോഗ്ബയുമായുള്ള കരാർ റദ്ദാക്കിയത് ലോക ഫുട്ബോളിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. ശേഷം കഴിഞ്ഞ ജൂണിലാണ് മൊണാക്കോ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. 2014 ബ്രസീൽ ലോകകപ്പിൽ ഫ്രാൻസിന് ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ നയിച്ച പോഗ്ബയായിരുന്നു ടൂർണമെൻറ്റിലെ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2018 ലോകകപ്പ് ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടി ഫ്രാൻസിനെ കിരീടത്തിലേക്ക് നയിച്ച സൂപ്പർ താരം കൂടിയാണ് പോഗ്ബ. ഫുട്ബോൾ ലോകത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റുകൾ സമ്മാനിച്ച പോഗ്ബയ്ക്ക് മികച്ച തിരിച്ചുവരവ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.